വെൽക്കം ടു ലോക രാഷ്ട്രീയത്തിലെ നാടകീയമായ നീക്കങ്ങളും നയതന്ത്ര പരാജയങ്ങളും കൗതുകരമായ ഭീഷണികളും നിറഞ്ഞ വാർത്തകളാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ഗൗരവമേറിയ യുദ്ധ സാഹചര്യങ്ങൾ മുതൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വളരെ വിചിത്രമായ അവകാശവാദങ്ങൾ വരെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നുണ്ട്. പ്രധാനമായും 3 വലിയ സംഭവ വികാസങ്ങളാണ് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നത്. ഒന്ന്, പാകിസ്ഥാനിൽ പരാജയപ്പെട്ട അമേരിക്ക-ഇറാൻ സമാധാന ചർച്ചയാണ്. രണ്ടാമത്തേതായിട്ട് ഹോർമുസ് കടലിടുക്കിലെ എണ്ണ ഉപരോധവും കുതിച്ചുയരുന്ന വിലയും. മൂന്നാമതായി വരുന്നത് തുർക്കിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള യുഗാണ്ടൻ സൈനിക മേധാവിയുടെ വിചിത്രമായ പ്രസ്താവനയുമാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വലിയ മധ്യസ്ഥനായി മാറാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളുടെ പരാജയം. 21 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ അമേരിക്കയും ഇറാനും കൈ കൊടുക്കാതെ പിരിഞ്ഞപ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയും പരിഹാസവും മാത്രമാണ് പാകിസ്ഥാന് ബാക്കിയായത്. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുന്നോട്ട് വച്ച കർശന നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകാത്തതാണ് സമാധാന ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായത്. പ്രത്യേകിച്ച് ആണവ പദ്ധതിയോടും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിനോടും ബന്ധപ്പെട്ട് US പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഇറാനെ പ്രകോപിപ്പിച്ചു. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇറാൻ ഇതിനെ കാണുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ അസീം മുനീറും വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച ആഡംബര ഹോട്ടലുകളിൽ താമസ സൗകര്യം ഒരുക്കിയതും നഗരം ലോക്ക്ഡൌണിന് സമാനമായ രീതിയിൽ അടച്ചിട്ടതും ഒടുവിൽ ടോട്ടൽ ഫ്ലോപ്പായി അങ്ങനെ മാറി എന്നാണ് സോഷ്യൽ മീഡിയ പാകിസ്ഥാനെ ട്രോളുകൾ കൊണ്ട് മൂടുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ യുദ്ധപ്രതീതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം തടയുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ആഗോള വിപണിയിൽ എണ്ണവില $100 മുകളിലേക്ക് എത്തിച്ചു. എന്നാൽ ഈ ഒരു ഭീഷണിയെ പുച്ഛിച്ചു തള്ളുകയാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബഫ് ചെയ്തത്. ഉപരോധം ഏർപ്പെടുത്തിയാൽ അമേരിക്കക്കാർക്ക് പഴയ ഇന്ധനവില നൊസ്റ്റാൾജിയ മാത്രമായിട്ട് മാറുമെന്നും അദ്ദേഹം പരിഹസിച്ചു. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്, അതായത് ഗണിതശാസ്ത്ര സമവാക്യങ്ങൾ നിരത്തിക്കൊണ്ട് ആഗോള എണ്ണ വിപണിയെ ഇറാൻ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് അദ്ദേഹം എക്സിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാവിലെ മുതൽ ഉപരോധം പ്രാബല്യത്തിൽ വരുമെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ തുറമുഖങ്ങളിൽ അല്ലാത്ത ഇടങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ ബാധിക്കില്ലെന്ന് പറയുമ്പോഴും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതയായ ഹോർമുസിലെ തടസ്സങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഇനി ഇതിനിടയിലാണ് ആഗോള രാഷ്ട്രീയത്തിലെ ഗൗരവത്തെ തമാശയാക്കി മാറ്റുന്ന രീതിയിൽ യുഗാണ്ടൻ സൈനിക മേധാവി ജനറൽ മുഹൂസി കൈനെറുഗബ രംഗത്തെത്തുന്നത്. തുർക്കിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങൾ കേട്ട് ശരിക്കും നയതന്ത്രജ്ഞർ അമ്പരന്നിരിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ തനിക്ക് $1 ബില്യൺ തുർക്കിയിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ വധുവായി നൽകണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. പ്രസിഡന്റ് യൊവേരി മുസേവേനിയുടെ മകൻ കൂടിയായ കൈനെറുഗബയുടെ ഇത്തരം പ്രസ്താവനകൾ മുൻപും വിവാദമായിട്ടുണ്ട്. ജോർജിയ മെലണിയെ വിവാഹം കഴിക്കാൻ പശുക്കളെ വാഗ്ദാനം ചെയ്തതും അയൽരാജ്യമായ കെനിയ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞതും ഇതിനു മുൻപുള്ള ചരിത്രമാണ്. എന്നാൽ ഇത്തവണ തുർക്കി എംബസി പൂട്ടുമെന്നും വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ ഭീഷണി നയതന്ത്ര ബന്ധങ്ങളിൽ എത്രത്തോളം വിള്ളലുണ്ടാക്കുമെന്ന് കണ്ടറിയണം. ചുരുക്കത്തിൽ ഉപരോധങ്ങളുടെയും പരാജയപ്പെട്ട ചർച്ചകളുടെയും വിചിത്രമായ അവകാശവാദങ്ങളുടെയും ഒരു സങ്കീർണമായ ലോക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കവും അതിനെ ശക്തമായി ചെറുക്കുമെന്ന് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയതോടെ ആഗോള സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുന്നു. ഹോർമുസ് കടലിടുക്ക് കൂടുതൽ പ്രശ്ന സങ്കീർണമാവുകയാണ്. ഒരു വശത്ത് ഇറാൻ ഹോർമൂസിന് മേൽ പൂർണ്ണ നിയന്ത്രണം വേണം എന്ന് വാശി പിടിക്കുന്നു. അതിൽ തട്ടി ചർച്ചകൾ തകരുന്നു. ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ചർച്ചകൾ ഒരു സ്തംഭനാവസ്ഥയിലെത്തി തകർന്നിരിക്കുന്നു. JD വാൻസും സംഘവും തിരിച്ചമേരിക്കയിൽ എത്തിയിരിക്കുന്നു. മറുവശത്ത് ഇതാ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പ്രസ്താവന വരികയാണ്. ഹോർമൂസ് കടലിടുക്ക് തങ്ങളാവും ഇനി നിയന്ത്രിക്കുന്നത്, അല്ല എങ്കിൽ തങ്ങൾ യാതൊരു രീതിയിലും വെസൽസിനെ കടത്തിവിടില്ല. പ്രത്യേകിച്ച് ഇറാൻ ചുങ്കം പിരിക്കുന്ന ഒരു ഇറാനുമായി ധാരണയിൽ പോകുന്ന കപ്പലുകളെ തങ്ങൾ തടയും. ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ബ്ലോക്കേഡാണ്. അപ്പോൾ ഇറാൻ്റെ വക ബ്ലോക്കേഡ് ഒരു വശത്ത്, അമേരിക്കയുടെ വക ബ്ലോക്കേഡ് മറുവശത്ത്. അങ്ങനെ ഏതാനും കപ്പലുകൾ ഓരോ ദിവസവും ഹോർമൂസിലൂടെ സംഘർഷ സമയത്ത് പോലും കടന്നു പോയിരുന്നത് പൂർണ്ണമായും ഇപ്പോൾ നിലയ്ക്കാൻ പോവുകയാണ്.
ഉടനടി തന്നെ ഹോർമൂസിലൂടെയുള്ള എല്ലാ ഗതാഗതവും നിലയ്ക്കുകയാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശോധിക്കാം. നോക്കൂ, യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഫെബ്രുവരി 28 ഹോർമൂസ് കടലിടുക്ക് പ്രശ്നമേഖലയായിരുന്നില്ല. അതിലെ സുഗമമായി ഒരു ദിവസം 160-ൽ പരം കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിരുന്നു. പ്രൊവിഷൻസ് അകത്തേക്ക് എത്തുന്ന ഗൾഫ് മേഖലയിലേക്കുള്ള അവശ്യ വസ്തുക്കൾ പലതും എത്തുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴി പേർഷ്യൻ ഗൾഫിൽ കടന്നുകൊണ്ടാണ്. കുവൈത്ത് എന്ന രാജ്യം, അല്ലെങ്കിൽ ഖത്തർ, ബഹ്റൈൻ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ, ഇറാഖ്, ഇവിടേക്കെല്ലാമുള്ള സപ്ലൈ എല്ലാം തന്നെ ഹോർമൂസിലൂടെ മാത്രമേ കടന്നു വരാനാവൂ. കാരണം ഇവയെല്ലാം തന്നെ മറ്റ് പുറംകടലുമായി ബന്ധമില്ലാത്ത, അതേസമയം പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ മാത്രമാണ്. സൗദി അറേബ്യയ്ക്ക് മറ്റൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഭാഗികമായെങ്കിലും UAEക്ക് പോലും ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ട് ഒമാൻ തീരത്ത് കൂടി. ഒമാൻ പേടിക്കാനില്ല, അത് കടൽ ഇടുക്കിൽ ഉള്ളിലല്ല, വെളിയിലാണ്. അപ്പോൾ പിന്നെ ഈ രാജ്യങ്ങളുടെ സപ്ലൈ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഈ രാജ്യങ്ങളുടെ ജീവനാഡിയാണ് എണ്ണ, ക്രൂഡ് ഓയിൽ വിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, 1-2 മാസത്തേക്ക് വിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ സംഭരണം വലിയ ബുദ്ധിമുട്ടാകും. ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ സംഭരണ ടാങ്കുകളെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അത് വലിയ വിഷയമായി മാറും. അതുകൊണ്ട് എണ്ണ വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും ഈ രാജ്യങ്ങളുടെ ഇക്കോണമികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ തകരും. അവർക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാം. അതുകൊണ്ട് ഹോർമൂസിന്മേൽ ആരാണ് നിയന്ത്രണം ആത്യന്തികമായി ഏർപ്പെടുത്താൻ പോകുന്നത്? ഇതൊരു ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുന്നതിനിടയ്ക്ക് ഒരു പ്രപ്പോസൽ ഇവിടെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നു. പ്രപ്പോസൽ എന്ന് പറയാനാവില്ല, ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആഗ്രഹപ്രകടനം വന്നു. ഞാനും അയത്തുള്ളയും ചേർന്ന് ഹോർമൂസ് അങ്ങ് നിയന്ത്രിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറാനും അമേരിക്കയും ഒരുപോലെ തന്നെ നിയന്ത്രിക്കാവുന്ന ഒരു മേഖലയായി ഹോർമൂസ് മാറും. ഇത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടനടി തന്നെ ട്രംപ് സ്വതസിദ്ധമായ ശൈലിയിൽ ആ ഒരു പ്രസ്താവന തിരുത്തുന്ന കാഴ്ച കണ്ടു. അതുകൊണ്ട് ഹോർമൂസ് ഇറാൻ്റെ മാത്രം നിയന്ത്രണത്തിലാകണം എന്ന് ഇറാൻ വാശി പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യഥാർത്ഥത്തിൽ ഹോർമൂസിന് മേൽ ഇറാൻ ഒരു കാലത്തും അവകാശവാദം ഉന്നയിക്കുകയോ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന് വാശി പിടിക്കുകയോ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ അത് ചെയ്യുന്നു? ഏക ഉത്തരമാണ്, ഹോർമൂസ് മാത്രമാണ് ഇറാൻ്റെ തുറപ്പ് ചീട്ട്. ഹോർമൂസ് കടക്കാൻ ഇറാൻ സുഗമമായി മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെ അനുവദിച്ചാൽ അതിനർത്ഥം ഇറാൻ വിൽ ബിക്കം എ സിറ്റിംഗ് ഡക്ക്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ടോക്കിംഗ് പോയിൻറ്റുമില്ല, ഒരു ബാർഗെയിനിങ് പോയിൻറ്റുമില്ല. ഇതൊന്നാം തരം ബാർഗെയിനിങ് പോയിൻ്റാണ്. ഒരുപക്ഷെ ഖാർഗ് ദ്വീപ് പോലും ഇറാൻ്റെ കൈവശമുള്ള ഹോർമൂസിൽ നിന്നാണ് 480 കിലോമീറ്ററോളം ഉള്ളിൽ കിടക്കുന്ന പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഖാർഗ് ദ്വീപ് പോലും ഒരുപക്ഷെ സൈനിക നടപടിയിലൂടെ അമേരിക്ക പിടിച്ചെടുത്തേക്കാം. ആ ഒരു രീതിയിലുള്ള നീക്കങ്ങളാണ് ഒരുപക്ഷെ അമേരിക്ക നടത്തുന്ന. കരയുദ്ധമാണെങ്കിൽ ഇറാൻ വൻകരയിലേക്ക് ഇരച്ചു കയറുക എന്നതിനേക്കാൾ കൂടുതൽ ഖാർഗ് ദ്വീപ് കേന്ദ്രീകരിക്കാനാവും ഒരുപക്ഷെ അമേരിക്ക ആദ്യം ശ്രമിക്കുക. ഇറാൻ്റെ 90% എണ്ണയും പുറം ലോകത്തേക്ക് പോകുന്നത് ഖാർഗ് ടെർമിനൽ വഴിയാണ്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ, പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇറാൻ വിൽ ബി കംപ്ലീറ്റ്ലി ചോക്ഡ്. പക്ഷേ അത് വന്നാൽ പോലും ഹോർമൂസിലൂടെയുള്ള ഗതാഗതം അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ പോയില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ചോക്ഡ് ആകാൻ പോകുന്ന അമേരിക്കയല്ല, മറിച്ച് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളായ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാകും. ഇതൊഴിവാക്കണമെങ്കിൽ ഒരു സമവായം ആവശ്യമാണ്. ഇനി നോക്കാം ഏത് രീതിയിൽ ഈ പ്രശ്നം ഹോർമൂസിൽ ഏത് രീതിയിലുള്ള ഒരു നീക്കുപോക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ചർച്ചയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ അമേരിക്കയും ഇറാനും തമ്മിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹോർമൂസ് തന്നെയായിരുന്നു. അതിനു മുൻപ് തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഫ്രീസ് ചെയ്യപ്പെട്ട, അമേരിക്കയും ഇതര രാജ്യങ്ങളും ഇറാൻ്റെ ആസ്തികൾ പലതും ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാങ്കുകളിലുള്ള ഇറാൻ്റെ നിക്ഷേപങ്ങൾ മറ്റു പലതും, സമ്പത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഇറാൻ്റെ പുറത്താണ്. ഇത് റിലീസ് ചെയ്തൊരു ഗുഡ് വിൽ ജസ്റ്റർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഉറപ്പായും നടക്കില്ല എന്ന് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു തീരുമാനമായി. അത് അമേരിക്ക അതിനോട് സഹകരിച്ചില്ല. അപ്പോൾ പിന്നെ ഉള്ളത് ഹോർമൂസ് തുറന്നു കൊടുക്കാം എന്നൊരു വാഗ്ദാനം ഇറാൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ചർച്ചയ്ക്കൊരു കണ്ടീഷൻ എന്ന നിലയിൽ ഹോർമൂസ് വിൽ റിമെയിൻ ഓപ്പൺ. ഇറാൻ പറയുന്നു ഹോർമൂസ് തങ്ങൾ നിർബന്ധപൂർവ്വം അടച്ചിട്ടില്ല, പക്ഷേ യുദ്ധക്കപ്പലുകൾ ഹോർമൂസിലൂടെ വന്നാൽ തങ്ങൾ തടയും. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ചർച്ച നടക്കുന്ന 21 മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ചകൾ നടക്കുന്നതിന് മധ്യേ 2 അമേരിക്കൻ ഡിസ്ട്രോയേഴ്സ് മൈനുകൾ നീക്കാനെന്ന രൂപത്തിൽ ഹോർമൂസിലേക്ക് കടന്നു വരികയാണ്.
അതിലൊരു കപ്പലിനെ നിർബന്ധപൂർവ്വം ഇറാൻ തിരിച്ചയക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഇറാൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചർച്ച നടക്കുമ്പോൾ ഒരു സാഹസത്തിന് എന്തിന് അമേരിക്ക മുതിർന്നു എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക പറയുന്നത് തങ്ങൾ കപ്പലുകളെ അയച്ചുകൊണ്ട് ആ ഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി ഒരു പക്ഷേ നിർബന്ധപൂർവ്വം ഒരു കോറിഡോർ സൃഷ്ടിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ കടന്നു പോകാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. നിലവിൽ അത് ബ്ലോക്കേഡിലേക്കാണ് നീങ്ങുന്നത്. അൺലെസ് ലാസ്റ്റ് മിനിറ്റ് ഒരു മാറ്റം മറിച്ചിൽ ഉണ്ടായില്ല എങ്കിൽ, ട്രംപ് ആയതുകൊണ്ട് അറിയില്ല, ലാസ്റ്റ് മിനിറ്റ് ഒരു മാറ്റം മറിച്ചിൽ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടായത്? ദ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഈസ് ദി സ്കൈ റോക്കറ്റിംഗ് ഓഫ് ദി ഓയിൽ പ്രൈസസ്. ക്രൂഡ് ഓയിലിൻ്റെ വില ഏതാനും കുറഞ്ഞു വരികയായിരുന്നു. അതായത് $120 വന്നത് കുറഞ്ഞ് ഈ സമാധാന ചർച്ചയുടെ ഒരു അന്തരീക്ഷം സംജാതമാകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അത് കുറഞ്ഞ് $100 താഴെ പോയി. $90 അടുപ്പിച്ചിരിക്കുമ്പോഴാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം വരുന്നത്. ഹോർമൂസിൽ അമേരിക്കയും ബ്ലോക്കേഡിലേക്ക് നീങ്ങുന്നു. പെട്ടെന്ന് തന്നെ എണ്ണ വിപണി വീണ്ടും തീപിടിച്ചു. ഇന്നത്തെ ഏറ്റവും വൈകി കിട്ടുന്ന വില അനുസരിച്ച് $105 ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നിരിക്കുന്നു. ബ്രണ്ട് ക്രൂഡിൻ്റെ വില ഉയർന്നിരിക്കുന്നു. ഇനി ഉയരാനാണ് സാധ്യത. പക്ഷേ ഹോർമൂസ് പൂർണ്ണമായി അടച്ചിട്ടാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ചൈനയും ഇന്ത്യയുമായിരിക്കും. ലോകത്ത് ഏറ്റവും അധികം ഊർജ്ജ ആവശ്യമുള്ള 3 രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന, മറ്റൊന്നാണ് ഇന്ത്യ. ഇത് വലിയൊരു വിപത്തിലേക്ക് നീളുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സമാധാനപരമായ ഒരു പരിഹാരമുണ്ടാകണം. യുദ്ധം തുടരുകയോ തുടരാതിരിക്കുകയും ചെയ്യട്ടെ, പക്ഷേ ഹോർമൂസിലൂടെ പരിമിതമായ രീതിയിലെങ്കിലും എണ്ണയും പ്രകൃതിവാതകവും നീങ്ങണം. ഇത് ഇന്ത്യയുടെ ആവശ്യമാണ്, ഇന്ത്യൻ വർക്ക് ഫോഴ്സിൻ്റെ ആവശ്യം കൂടിയാണ്. അത് നീങ്ങിയില്ല എങ്കിൽ വലിയ രീതിയിൽ ഇന്ത്യൻ പ്രവാസികൾ 90 ലക്ഷമുണ്ടെന്ന് ഓർക്കണം. അവരിൽ ഒരു ചെറിയ പങ്കെങ്കിലും തിരിച്ചിന്ത്യയിൽ വരേണ്ടി വരും. എണ്ണപ്പാടങ്ങൾ പ്രവർത്തിക്കില്ല, റിഫൈനറികൾ പ്രവർത്തിക്കില്ല, അങ്ങനെയാണ് റിഗുകൾ അടച്ചിടേണ്ടി വരും. അങ്ങനെയെങ്കിൽ വലിയ വിപത്താണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹോർമൂസിന് ചുറ്റുമാണ് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ഈ നിമിഷം. ഇനി മറ്റൊരു വാർത്ത ഇതാണ്. സൗദി അറേബ്യയിലേക്ക് പാകിസ്ഥാൻ വൻതോതിൽ സൈന്യത്തെ അയക്കുന്നു എന്നതാണ്. വെറും ഒരു പരിശീലനമാണോ അതോ ഇതിന് പിന്നിൽ ഇറാനെതിരെയുള്ള വലിയ യുദ്ധതന്ത്രങ്ങളുണ്ടോ? മധ്യേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുമ്പോൾ പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പ് ആർക്കു വേണ്ടിയാണ്? ജിയോ പൊളിറ്റിക്കൽ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസിന്റെ വിശദമായ റിപ്പോർട്ട് കാണാം. പാകിസ്ഥാനും സൗദി അറേബ്യയ്ക്കും ഇടയിൽ എന്ത്? അവർ തമ്മിൽ എന്ത്? ഈ ചോദ്യം വ്യാപകമായി ഇപ്പോൾ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ചർച്ചകൾ അലസിപ്പിരിഞ്ഞു. ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന അമേരിക്ക ഇറാൻ ചർച്ചകൾ അലസിപ്പിരിഞ്ഞു. അമേരിക്കൻ ടീം തിരിച്ച് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു. ഇറാനിയൻ ടീമും ഇറാൻ വിദേശകാര്യമന്ത്രിയുടെയും പാർലമെൻറ്റ് സ്പീക്കറുടെയും നേതൃത്വത്തിലുള്ള ടീം ഇറാനിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു. പക്ഷേ സമാന്തരമായി അരങ്ങേറിയ ഒരു സംഭവമാണ് പാകിസ്ഥാനി ഫൈറ്റർ ജെറ്റ്സ് 10 to 18, 10 എന്ന് ചിലർ, 18 വരെ എന്ന് മറ്റു ചിലർ, കുറേയേറെ ഫൈറ്റർ പ്ലെയിനുകൾ സൗദി അറേബ്യ ലക്ഷ്യമാക്കി പറക്കുകയും അവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 13,000 ട്രൂപ്സ് റീച്ച്ഡ് സൗദി എന്നാണ് റിപ്പോർട്ടുകൾ. എന്തിനു വേണ്ടി പാകിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് ഭടന്മാരെ, ട്രൂപ്സിനെയും വിമാനങ്ങളെയും അയക്കണം? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയണം. ആ പശ്ചാത്തലം മനസ്സിലാക്കാൻ കഴിയണം. കഴിഞ്ഞ വർഷം ഒരു ഡീലുണ്ടായി. ഓപ്പറേഷൻ സിന്ധൂർ ലോകം ഏറെ സംസാരിച്ച സമയത്ത് അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ ഒരു കരാറാണ് സൗദി അറേബ്യ ആൻഡ് പാകിസ്ഥാൻ എൻറ്റേർഡ് ഇൻ ടു എ മിലിറ്ററി പാക്ട്. അങ്ങനെ ഒരു കാര്യം ഇന്ത്യ മുൻകൂട്ടി അറിഞ്ഞിരുന്നോ എന്നറിയില്ല. പക്ഷേ നാടകീയമായി ആ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ വിൽ കം ടു ഇറ്റ്സ് റെസ്ക്യൂ. മറിച്ച് പാകിസ്ഥാൻ ആക്രമണ വിധേയമാവുകയാണെങ്കിൽ സൗദി അറേബ്യ തീർച്ചയായും പാകിസ്ഥാനെ സഹായിക്കും. അപ്പോൾ എന്തുകൊണ്ട് പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള ഈ കരാർ? പലരും പറയും പാകിസ്ഥാന് വലിയ കടബാധ്യതയുണ്ട്. സൗദിയുമായി നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ബോറോയിങ്സ് ഉണ്ട്, കടബാധ്യതയുണ്ട്. പാകിസ്ഥാൻ തിരിച്ചു കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി തീർച്ചയായും ഒരു ഡീൽ. ഇതങ്ങനെയല്ലല്ലോ, ഇത് സുരക്ഷാ കരാറാണ്. ഇസ്ലാമിക ലോകത്തെ ഏക ആണവ ശക്തി ആകുന്നു പാകിസ്ഥാൻ. സൗദി അറേബ്യയ്ക്ക് ചില ആശങ്കകളുണ്ട്. സൗദി ഒരു ഇസ്ലാമിക രാജ്യമാണ്, അറബി രാജ്യമാണ്, സുന്നി രാജ്യമാണ്, രാജഭരണം നിലവിലിരിക്കുന്ന രാജ്യമാണ്. അമേരിക്കയുടെ പ്രൊട്ടക്ഷനുണ്ട്. പക്ഷേ അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ മാത്രം മതിയാകുമോ? റീജിയണൽ ഒരു ത്രെട്ട് എന്ന് പറയുന്നത് സൗദി അറേബ്യയ്ക്ക് 2 സോഴ്സിൽ നിന്നാണ്.
ഒന്ന് പരമ്പരാഗതമായി ഇസ്രായേലിൽ നിന്നും വരാൻ സാധ്യതയുള്ള ത്രെട്ട്, രണ്ട് ഇറാനിൽ നിന്നും എക്കാലത്തും ഉണ്ടായിരുന്ന ഇപ്പോൾ യാഥാർത്ഥ്യമായ ഒരു ത്രെട്ട്. ഇത് നേരിടാൻ മേഖലയിൽ നിന്ന് തന്നെ, മേഖലയുടെ തൊട്ടടുത്ത് നിന്നുള്ള പാകിസ്ഥാൻ അതിൻ്റെ സഹായം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് മേക്സ് സം സെൻസ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യമാണ്. സൗദി അറേബ്യ ഓയിൽ റിച്ചാണ്, പെട്രോ ഡോളേഴ്സ് റിച്ചാണ്. അപ്പോൾ ഏത് ബന്ധവും പരമാവധി പ്രയോജനപ്പെടുത്താം. ആ പശ്ചാത്തലത്തിലാണ് ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച അതേ സമയം ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ നിഷ്പക്ഷ രാജ്യമാണോ പാകിസ്ഥാൻ? ഇറാനും അമേരിക്കയ്ക്കും ഗൾഫ് ലോകത്തിനും എല്ലാം ഒരുപോലെ അംഗീകരിക്കാവുന്ന ഒരു രാജ്യമാണോ പാകിസ്ഥാൻ? ഏതായാലും ഇസ്രായേൽ ഇതിൽ പങ്കാളിയല്ല, ഈ കരാറിൽ പങ്കാളിയല്ല, ഈ ചർച്ചയിലും പങ്കാളിയല്ല. ഒരു കാരണവശാലും ഇസ്രായേൽ എന്ന രാജ്യം പാകിസ്ഥാൻ്റെ നിഷ്പക്ഷതയെ ഒരിക്കലും അംഗീകരിക്കില്ല. പാകിസ്ഥാൻ അമേരിക്ക പക്ഷപാതിയായ രാജ്യമാണ്. അസിം മുനീറുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറെ അടുത്തിടപെടുന്നത് ഒന്നും കാണാതെയാവില്ല. അതിന് പിന്നിൽ ചില ബിസിനസ് ഉണ്ട്. സൈനിക ബിസിനസ് ആകട്ടെ, സാമ്പത്തിക ബിസിനസ് ആയിക്കൊള്ളട്ടെ, പൊളിറ്റിക്കൽ ബിസിനസ് ആയിക്കൊള്ളട്ടെ. ഫോർ ട്രംപ് എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ബിസിനസ്, എവറിത്തിങ് ഈസ് എൻഡിങ് അപ്പ് ഇൻ എ ഡീൽ. പാകിസ്ഥാൻ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റായി, ഇറാനിൽ നിന്ന് കടന്നു വരുന്ന ത്രെട്ടിനെ ചെറുക്കാൻ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റായി വേണ്ടി വന്നാൽ, അമേരിക്കൻ സൈനിക നീക്കം ആവശ്യമായി വന്നാൽ പാകിസ്ഥാൻ വിൽ കം ഇൻ ഹാൻഡി. പാകിസ്ഥാൻ്റെ ബലൂച്ച് പ്രവിശ്യ, അത് ഇറാൻ്റെ സിസ്റ്റേൺ ബലൂചിസ്ഥാൻ പ്രവിശ്യയുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അതിലെയുള്ള ട്രൂപ്പ് മൂവ്മെൻറ്റ് സാധിക്കും. അഫ്ഗാനിസ്ഥാനിലേക്ക് ഇപ്പോൾ അടുക്കാനാവില്ല അമേരിക്കയ്ക്ക്. കാരണം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ കൂടെ സ്വാധീന മേഖലയായി മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടക്കുന്നു. അതിൻ്റെ മധ്യയാണിപ്പോൾ സമാധാന ശ്രമങ്ങൾ. അതുകൊണ്ട് അമേരിക്ക ലുക്സ് അറ്റ് പാകിസ്ഥാൻ ആസ് എ ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് ടു ഡീൽ വിത്ത് ദ ഇറാൻ ഫാക്ടർ. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സൗദി അറേബ്യ ഇപ്പോൾ രംഗത്ത് വരുന്നു. സൗദി അറേബ്യ ഇറാൻ ആക്രമിച്ചു ഈ യുദ്ധത്തിൽ, അല്ലെങ്കിൽ പല താവളങ്ങളും, സൗദിയിലെ അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല, എയർപോർട്ടുകൾ, ഓയിൽ സംഭരണികൾ, അതുപോലെ അറാംകോയുടെ സെൻറ്റേഴ്സ് ഉൾപ്പെടെ ഇറാൻ്റെ ആക്രമണത്തിന് വിധേയമായി. അങ്ങനെയെങ്കിൽ ഈ കരാർ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഹാസ് ദി ഒബ്ലിഗേഷൻ ടു മേക്ക് എ ഏറിയൽ ബോംബാർഡ്മെൻറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സൈനിക നീക്കം ഇറാനെതിരെ നടത്താനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്, പ്രതിബദ്ധതയുണ്ട്. കാരണം കരാർ അങ്ങനെയാണ്. സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ഇറാനാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ആക്രമിക്കാതിരിക്കുന്നത്, പ്രത്യാക്രമണം പാകിസ്ഥാൻ നടത്തണമല്ലോ, അതിൽ നിന്ന് തലയൂരാനുള്ള ഏറ്റവും നല്ല മാർഗമായി എന്നാൽ പിന്നെ നമ്മൾ നിഷ്പക്ഷനായിരിക്കാം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിഷ്പക്ഷത ഒരു തർക്കത്തിൽ പലപ്പോഴും നിഷ്പക്ഷൻ്റെ റോൾ പിടിക്കുന്നവൻ ഒരു ഭീരുവായിരിക്കുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. അതെപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ കാര്യത്തിലെങ്കിലും ഇപ്പോൾ ഏതായാലും അമേരിക്കയെ വെറുപ്പിക്കാനാവില്ല, സൗദി അറേബ്യയും വെറുപ്പിക്കാനാവില്ല. ഇറാൻ തൊട്ടടുത്ത രാജ്യമാണ്. ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇറാനെയും നാളെ കാണേണ്ടതാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു സുഗമമായ പാത തിരഞ്ഞെടുത്തു. ചർച്ച പരാജയപ്പെടുന്നെങ്കിൽ പരാജയപ്പെട്ടോട്ടെ, തൽക്കാലം തങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിൽ നിന്നും മാറാൻ വേണ്ടിയുള്ള നല്ല മാർഗമായി ചർച്ചയെ തിരഞ്ഞെടുത്തു. ഒരുപക്ഷേ സൗദി അറേബ്യ പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചിരിക്കാം, തങ്ങൾ നേരിട്ട് ഇടപെട്ട കരാറിൻ്റെ അന്തസത്തയ്ക്കനുസരിച്ച് ഇറാനിൽ നിന്നും നാളുകൾ ചർച്ച പിരിഞ്ഞല്ലോ, അതുകൊണ്ട് ഇറാനിൽ നിന്നും ആക്രമണം ഉണ്ടാവാം, തങ്ങളെ സംരക്ഷിക്കാൻ പാകിസ്ഥാന് ബാധ്യതയുണ്ട്. പാകിസ്ഥാൻ അത് അംഗീകരിച്ചുകൊണ്ട് സൈന്യത്തെയും വിമാനങ്ങളെയും അയച്ചു എന്ന് കരുതുന്നവരുണ്ട്. ഇതൊന്നുമല്ല, ഇത് വെറുമൊരു പുകമറയാണ്. ഇറാനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി, ഒരു പരിധിവരെ ഇസ്രായേലിനെ പോലും മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പുകമറയാണ്. ഇസ്രായേലിൻ്റെ വിഷയമാണ്. ഇസ്രായേൽ സംശയത്തോടു കൂടിയാണ് അറബി മണ്ണിലെ പാകിസ്ഥാൻ്റെ സേനാ സാന്നിധ്യം. ഇസ്രായേൽ എന്ന രാജ്യം അമേരിക്കയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുമ്പോഴും സംശയത്തോടു കൂടി മാത്രമേ ഇസ്രായേൽ ഇതിനെ കാണൂ എന്നുകൂടി ഓർക്കണം. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അമേരിക്ക ആൻഡ് ഇസ്രായേൽ ആർ ഓൾവേസ് ടുഗെദർ ഇൻ ദ വാർ. സമാധാനത്തിലും ദുഃഖത്തിലും അല്ലെങ്കിൽ ആക്രമണത്തിലും എല്ലാം തന്നെ ഇസ്രായേലും അമേരിക്കയും ഒന്നാണ്, ഒരുമിച്ചാണ്. ഇസ്രായേലിന് ഒരു പരിക്ക് പോലും പറ്റാതിരിക്കാൻ അമേരിക്ക ഏതറ്റം വരെ പോകുന്നത് ചരിത്രപരമായി കണ്ടു. ഇസ്രായേൽ രാജ്യം ഇന്ന് ഭൂമുഖത്ത് നിലനിൽക്കുന്നത് പോലും അമേരിക്കയുടെ നിർലോഭമായ സഹകരണം കൊണ്ടാണ്. ഇസ്രായേലി ലോബി എന്നൊക്കെ പറയുമ്പോഴും അമേരിക്കയാണ് ആത്യന്തികമായി സഹായിക്കേണ്ടത്. ഇപ്പോഴിതാ അമേരിക്കയിൽ വേറിട്ട ഒരു ചിന്ത വരുന്നു. എന്താണ്? ഇസ്രായേലിൻ്റെ സ്കീം അനുസരിച്ച് യുദ്ധങ്ങളിൽ നിരന്തരം പങ്കെടുക്കുന്നത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതല്ല എന്ന് മാഗ ക്യാമ്പിനുള്ളിൽ നിന്ന് തന്നെ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിൻ്റെ ക്യാമ്പിനുള്ളിൽ നിന്ന് തന്നെ JD വാൻസ് ഉൾപ്പെടെയുള്ള മിതവാദികൾ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ്
ഈ ഒരു നീക്കം നടക്കുന്നത്. അപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരുപക്ഷെ പിൻവാങ്ങിയേക്കാം, ഇസ്രായേൽ ഒരുപക്ഷെ അവരുടെ യുദ്ധവുമായി മുന്നോട്ട് പോയേക്കാം. അതുകൊണ്ട് തങ്ങൾക്ക് ഒരു സുരക്ഷ ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ തങ്ങളുടെ കയ്യിലുള്ളത് പണമാണ്. തങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാം. പാകിസ്ഥാൻ ആവശ്യമുള്ളതും പണമാണ്. സൈനിക സേവനത്തിലൊക്കെ കൃത്യമായി കണക്ക് പറഞ്ഞ് പണം ഈടാക്കാൻ ഒരുപക്ഷെ പാകിസ്ഥാന് കഴിയുമായിരിക്കും. അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ പരസ്യമായി എന്ന് പറയാനാവില്ല, ഇതൊരു യുദ്ധ സമാനമായ സാഹചര്യം എന്ന് പോലും പറയാനാവില്ല. പക്ഷേ ട്രൂപ്പ് മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഗൗരവമായി പരിഗണിക്കേണ്ട ഒന്നാണ്. അതുമാത്രമല്ല, ഗാസ പീസ് ഡീലിൽ ഒരു സമാധാന സേനയെ അയക്കുന്നതിൽ ഏറ്റവും അധികം ശുഷ്കാന്തി കാണിച്ചത് പാകിസ്ഥാനാണ്. ഇസ്രായേൽ ഒരു രീതിയിലും അത് സ്വാഗതം ചെയ്യുന്നില്ല എന്ന് ഓർക്കണം. ഒരു രീതിയിലും ഇസ്രായേൽ പാകിസ്ഥാൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ വളരെ ട്രാൻസ്പെറൻ്റായി കാണില്ല. ഒരുപാട് ഈ കുരുക്കുകൾ അതിനകത്തുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതീവ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് പാകിസ്ഥാൻ്റെ നീക്കത്തെ നമ്മൾ കാണുന്നത്. ഇന്ത്യ ഈസ് വെരി ക്ലോസ് ടു ഇറാൻ. ഇന്ത്യ ഈസ് ക്ലോസ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമാണ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളുമായി ഇന്ത്യക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നിഷ്പക്ഷ രാജ്യമെന്ന നിലയിൽ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള, ചർച്ചയ്ക്ക് ആതിഥ്യം വഹിക്കാനുള്ള നാച്ചുറൽ ചോയ്സ് ഈസ് നോട്ട് ഇസ്ലാമാബാദ് ബട്ട് ന്യൂഡൽഹി. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യ ഓപ്ഷൻ ഉപയോഗിച്ചില്ല? ഒന്ന്, ആരും ആവശ്യപ്പെട്ടില്ല എന്നത് ശരിയായിരിക്കാം. രണ്ട്, ഇന്ത്യ അങ്ങോട്ട് ഓഫർ ചെയ്തില്ല. പലരും അങ്ങോട്ട് ഓഫർ ചെയ്യുകയാണ്, അങ്ങോട്ട് ഓഫർ ചെയ്തില്ല. കാരണം ഒന്ന്, ആ മേഖലയ്ക്ക് തൊട്ട് പുറത്താണ് ഇന്ത്യ എന്ന് ന്യായം പറയാം. രണ്ട്, ഇന്ത്യയുടെ ഒരു നയമുണ്ട്. ഇന്ത്യ ബൈലാറ്ററലിസത്തിൽ വിശ്വസിക്കുന്നു. 1972 മുതൽ ഷിംല കരാറിൻ്റെ അന്തസത്ത പിൻപറ്റി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, രണ്ട് മേഖലകൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ നേരിട്ടുള്ള ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാവണം. അതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും തമ്മിലോ ഇസ്രായേലും ഇറാനും തമ്മിലോ വിഷയമുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ട് സംസാരിക്കണം. അതിപ്പോൾ സാധ്യമല്ല. അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് സംസാരിക്കണമെന്നാണ് ഇന്ത്യ പറയുന്നത്. അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി മീഡിയേറ്റർ ആകാൻ ഇന്ത്യയുടെ നയം അനുവദിക്കുന്നില്ല. വിദേശ നയം അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ബൈലാറ്ററലിസം എന്ന പോളിസി അഡ്ഹിയർ ചെയ്യുന്ന കാണാം. അതുകൊണ്ടാണ് ഇന്ത്യ രംഗത്ത് വരാത്തത്. പക്ഷേ പാകിസ്ഥാൻ ക്രെഡിറ്റ് എടുക്കുന്നു എന്നൊരു വാദഗതി പലർത്തുമുണ്ട്. ഇന്ത്യക്കുള്ളിൽ തന്നെ അനാവശ്യമായ ക്രെഡിറ്റ്, അർഹതയില്ലാത്ത ക്രെഡിറ്റ്, തീവ്രവാദികളെ ഫണ്ട് ചെയ്ത പാകിസ്ഥാൻ, ഒസാമ ബിൻ ലാഡന് പോലും അഭയം നൽകിയ പാകിസ്ഥാനെ എങ്ങനെ അമേരിക്ക വിശ്വസിക്കും? ദാറ്റ് ഈസ് ദെയർ പ്രോബ്ലം. ദാറ്റ് ഈസ് ട്രംപ്സ് പ്രോബ്ലം, നോട്ട് ഇന്ത്യാസ് പ്രോബ്ലം. പക്ഷേ വിശ്വസിക്കുന്നു, താൽക്കാലികമായിട്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനിലായി പാകിസ്ഥാനെ അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നു എന്ന് കരുതാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പാകിസ്ഥാനെ താങ്ങി നിർത്തുന്നത് ഒരു പരിധിവരെ അമേരിക്ക മാത്രമല്ല, ചൈനയുമാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. പൊതുശത്രു ഭാരതമായതുകൊണ്ട് ചൈന പാകിസ്ഥാൻ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമായി കൂടി പാകിസ്ഥാൻ അതിനെ എടുത്തിട്ടുണ്ടാവാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ചൈനയാണ് ഏക പിടിവള്ളി. എക്കാലത്തും ചൈന ഇറാനെ സഹായിക്കുമെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചർച്ചയിൽ ചൈനയുടെ ഒരു വലിയ കൈവെപ്പ് അദൃശ്യമായെങ്കിലും ഉണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന് ഇറാൻ പ്രതീക്ഷിച്ചു. ചർച്ചകൾ അലമ്പിപ്പോയി, അത് മറ്റൊരു കാര്യം. പക്ഷേ പാകിസ്ഥാന് മുഖം നഷ്ടപ്പെടുന്നൊരവസ്ഥയിൽ നിന്നുകൊണ്ട് വീണ്ടും ചർച്ചയുടെ വേദിയായി ഉയർന്നു വരാൻ കഴിയുമോ? അതിനിടയിൽ സൗദിയിലേക്ക് പാകിസ്ഥാൻ അയച്ച വിമാനങ്ങളും ട്രൂപ്സും സമാധാന പ്രക്രിയയ്ക്ക് തുരങ്കം വയ്ക്കുമോ? ഇതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ലോകം ഇത്രയേറെ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും മാനവികതയുടെയും സമാധാനത്തിന്റെയും വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞു എന്ന് നമുക്ക് കരുതാനാകില്ല. ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും വലിയ യുദ്ധഭീതികൾക്ക് ശേഷമാണ് പലപ്പോഴും സുപ്രധാനമായ സമാധാന ഉടമ്പടികൾ ഉണ്ടായിട്ടുള്ളത്. നേതാക്കൾക്കിടയിലെ വാക്പോരുകൾക്കും അധികാര രാഷ്ട്രീയത്തിനും അപ്പുറം ലോകത്തെമ്പാടുമുള്ള സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നത് സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. നയതന്ത്ര ചർച്ചകൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ആഗോള ശക്തികൾ വിവേകത്തോടെ പ്രവർത്തിക്കുമെന്നും യുദ്ധത്തിന്റെ കരിനിഴലുകൾ നീങ്ങി ലോകം വീണ്ടും സുസ്ഥിരതയിലേക്ക് തിരിച്ചു വരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. കാരണം ആത്യന്തികമായിട്ട് സമാധാനത്തിന് മാത്രമേ ലോകത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ. പ്രതിസന്ധികൾക്കിടയിലും ശുഭപ്രതീക്ഷ കൈവിടാതെ നമുക്ക് കാത്തിരിക്കാം. സമാധാനത്തിന്റെ പുതിയൊരു പ്രഭാതം പശ്ചിമേഷ്യയിലും ലോകത്താകമാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.